Ashley. Brought to you by E-Mountain Realty. കടലാകുമീ അനുഭവത്തീരമീ ജീവിതം നിഴലുകളായി നിൻ കൂടവേ തുടരുമീ യാത്രയിൽ എന്നുമേ അച്ഛനായി അമ്മയായി വാ പുണ്യമേ അഴലുകൾ അലകടലാകുമീ അനുഭവത്തീരമീ ജീവിതം നിഴലുകളായി നിൻ കൂടവേ തുടരുമീ യാത്രയിൽ എന്നുമേ. You got me smiling when I was crying and drew my tears away. You took my hand when I was falling and told me you're by my side. സ്നേഹമെന്ന മൂന്നക്ഷരം നിസ്വാർത്ഥമാകണം ബന്ധമാകും ബന്ധനങ്ങൾ വിശ്വാസമാകണം ഭൂമിയിൽ മക്കളായി വാ പുണ്യമേ അഴലുകൾ അലകടലാകുമീ അനുഭവത്തീരമീ ജീവിതം നിഴലുകളായി നിൻ കൂടവേ തുടരുമീ യാത്രയിൽ എന്നുമേ. I'll never forget the joy of holding you as a newborn baby. You clasped my fingers, looked into my eyes, innocent and pure. വിശ്വമാകുമീ വേദിയിൽ വേഷങ്ങളാണു നാം ജന്മമാകുമീ വീഥിയിൽ ദൃശ്യങ്ങളാണു നാം സത്യമായി നിത്യമായി വാ സ്നേഹമേ അഴലുകൾ അലകടലാകുമീ അനുഭവത്തീരമീ ജീവിതം നിഴലുകളായി നിൻ കൂടവേ തുടരുമീ യാത്രയിൽ എന്നുമേ അച്ഛനായി അമ്മയായി വാ പുണ്യമേ അഴലുകൾ അലകടലാകുമീ അനുഭവത്തീരമീ ജീവിതം നിഴലുകളായി നിൻ കൂടവേ തുടരുമീ യാത്രയിൽ എന്നുമേ. ശ്യാമേ ഒന്ന് നിന്നേ. എന്തുവാ വണ്ടിയിൽ സാധനം വല്ല ഇരിപ്പുണ്ടോ? അതെന്തുവാ? എൻ്റെ വണ്ടി എന്താ മൊബൈൽ ബാറോ? അല്ല, എന്നോട് ചെറിയാച്ചൻ പറഞ്ഞ് ഇവിടെ മിക്കവാറും മലയാളികളൊക്കെ വണ്ടിയിൽ സ്റ്റോക്ക് ചെയ്തിട്ടുണ്ടെന്ന്. എന്നാൽ എനിക്ക് പരിപാടി ഇല്ല. ഞാൻ കുറച്ചു മുമ്പേ വാങ്ങിച്ച പുതിയൊരെണ്ണം വണ്ടിക്കകത്ത് കിടപ്പുണ്ട്. പക്ഷെ അതൊക്കെ അടിച്ചുള്ള റോക്ക് എടുത്ത് പോകും. സൂസൻ അറിഞ്ഞാൽ എന്നെ കൊല്ലും. ശ്യാമേ പ്ലീസ്. എന്നാൽ ഇച്ചിരി തരാം. അല്ലേ വേണ്ട, ഇങ്ങനെ ചളവാക്കും.
പിന്നെ എൻ്റെ പേര് വിളിച്ചു പറയുന്നു. സാമേ, ഒരു വഴിക്ക് പോവുകയല്ലേ, ഒരു ഇച്ചിരി എൻ്റെ ജീവൻ പോലും ഞാൻ പറയത്തില്ല. ഞാൻ വണ്ടിയിലോട്ട് പോയി വെച്ചാൽ സാധനം അവിടെ എത്തും. വെക്കിച്ചാൽ ഇപ്പോൾ എന്താ ഡോക്ടറെ കാണാൻ പോകുന്നത്? എന്താ പ്രശ്നം? എനിക്ക് പ്രശ്നമൊന്നുമില്ല, നിന്റെ പെങ്ങൾക്കാ പ്രശ്നം. ഓ, ഇപ്പം അങ്ങനെ. അല്ലെങ്കിൽ തന്നെ ഏത് വട്ടന്മാരെ സംഭവിക്കുന്നത്? അവർക്ക് വട്ടം ഉണ്ടെന്ന്. അല്ല, എനിക്കൊരു ജലദോഷം. ജലദോഷം മാത്രമൊന്നുമല്ല, മറ്റ് പല ദോഷമുണ്ട്. പക്ഷെ ഇപ്പോൾ ഡോക്ടറെ അടുത്ത് എന്താ പറയാൻ പോകുന്നത്? ഈ ഇടയായി എവിടെങ്കിലും ഒന്ന് ഇരുന്നാൽ പിന്നെ ഒരടി മുമ്പോട്ട് നടക്കാൻ പറ്റത്തില്ല. അതിപ്പോൾ എഴുന്നേക്കാൻ ആർക്കും പറ്റത്തില്ല. മുട്ട് രണ്ടും വയ്യ, മുട്ട അവിടെ ഉണ്ടോയെന്ന് പോലും അറിയാൻ വയ്യ. പിന്നെ എൻ്റെ തലയുടെ ദേ ഈ ഭാഗത്തൊരു പെരുപ്പ്, കാല് തറയിൽ തൊടാൻ പറ്റുന്നില്ല. എനിക്ക് 2 ദിവസമായി തീരെ ഉറക്കമില്ല. ഇത് എന്തു വെച്ചാൽ ഇത് ഡോക്ടറെ അടുത്ത് പറയാൻ പോകുന്ന പ്രശ്നം എന്തുവാന്ന് ചോദിച്ചപ്പോൾ ഒരുമാതിരി മരുന്ന് കച്ചവടക്കാരെ കൂട്ട് നെഞ്ചിലിടിക്കുന്ന വേദന, ചുമച്ചാൽ ക്രമമില്ല, അടി വയറ്റിൽ വേദന, പല്ലൂഞ്ഞാൽ പോലെ ആടുന്നു, ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ എങ്ങനെ ഡോക്ടർ ചികിത്സിക്കുന്നത്? അല്ല, അച്ഛൻ്റെ പ്രധാന പ്രശ്നം എന്തുവാ? അതെന്തുവാ ഞാൻ പറയേണ്ടത്? എന്തുവാ എൻ്റെ അസുഖം? അച്ഛൻ്റെ ഏറ്റവും വലിയ അസുഖം എന്തുവാ? വേദന. അതൊക്കെ പറഞ്ഞാൽ മതി. ആ, ഡോക്ടർക്ക് മലയാളമൊക്കെ അറിയാമോ? പിന്നെ പറയും. Matthew, you could go in now. Hello. ദൈവമേ, ഇവൻ ഇവിടെയും വന്നോ? ഒരിടത്ത് പോയാലും ഇവനൊന്നും ഒരു സ്വസ്ഥതയും തരത്തില്ലയോ? നിന്നെ ഞാൻ മറന്നിട്ടില്ലടാ. ഇപ്പം ഞാൻ ഒറ്റയ്ക്കല്ല, ശ്യാമു കൊണ്ട് കൂടെ. നീ എൻ്റെ അടുത്ത് നടക്കാൻ നോക്ക്, വിവരം അറിയും. നിർത്തി. നാട്ടി വെച്ച് അവൻ എന്നെ അടിച്ചവനാ. ഇവനോ? ഏയ്, വാ, ഇരി. Kurian, you could go in now. Worky, Yeah, here. Kope, നീ എന്തുവാടാ വിളിച്ചേ? കോപ്പയെന്നോ? നീ നാട്ടിൽ വെച്ച് അന്ന് എൻ്റെ അടുത്ത് തുടക്കാൻ വന്നപ്പം എൻ്റെ കൂടെ ആരും ഇല്ലാതായിപ്പോ. വർക്കിച്ച, എന്തു കാണിക്കുന്നേ? അല്ല ശ്യാമേ, ഇവൻ എന്നെ വിളിച്ചേ കേട്ടില്ലയോ കോപ്പയെന്ന്? അയ്യോ ഞാൻ കോപ്പയെന്ന് വിളിച്ചല്ല, ഇൻഷുറൻസിന്റെ കോപ്പയുടെ കാര്യം പറഞ്ഞതാ. വർക്കിച്ച ചുമ്മാ അവിടെ പോയിരുന്നേ. വെള്ളം അടിച്ചു ഇവിടെ വന്ന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയാലേ സൂസനായിട്ട് നാണക്കേട്. അതേ, പുള്ളിക്കാരന് ഇൻഷുറൻസ് ഇല്ല. ഓ, ഡോക്ടറെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ. ഓക്കെ. വെറുതെ മനുഷ്യന് പണിയുണ്ടാക്കാൻ ഒരു പരിപാടിയായിട്ട് ഇറങ്ങിക്കോളൂ. Worky, you could go in now. Ashley, brought to you by E-Mountain Realty in association with JK Auto Care LLC, service that makes a difference. Johnny's Auto Body, a trusted auto body repair shop. Joseph M. Kunel, attorney at law. Global travel experts. Excel Auto Body and Repair.
അതെ, മോന്റെ ഹൗസ് വാമിങ് എടുത്തു. നമ്മൾ അവന് കൊടുക്കാന്ന് പറഞ്ഞ് കൊടുക്കണ്ടേ? എന്തായി ആ കാര്യം? ഒന്നും ശരിയാവുന്നില്ലല്ലോ. നാട്ടിലുള്ള പ്രോപ്പർട്ടി വിൽക്കണ്ടേ? ഇനി അത് വിറ്റാൽ തന്നെ എങ്ങനെ ഡോളറാക്കും? ആരെ വിശ്വസിക്കും? അതൊന്നും ഓർത്ത് നിങ്ങൾ വിഷമിക്കേണ്ട. അത് ഞാൻ ഈ മൗണ്ടൻ റിയാലിറ്റി ഏൽപ്പിച്ചു. അവരാകുമ്പോൾ ബയേഴ്സിനെ കണ്ടുപിടിക്കുന്ന മുതൽ എമൗണ്ട് ബാങ്കിൽ എത്തിക്കുന്നവരെയുള്ള കാര്യങ്ങൾ റിലയബിൾ ആയിട്ട് ചെയ്യും. ഓ, വലിയൊരു തലവേദന ഒഴിഞ്ഞു. ഈ മൗണ്ടൻ റിയാലിറ്റി. Call us at 1-800-565-2444. Ashley. Hi, doctor. സാമോ, ഇരിക്കൂ. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം? പ്രത്യേകിച്ച് ഒന്നുമില്ല ഡോക്ടർ, സുഖമായിട്ടിരിക്കുന്നു. വർക്കി റൈറ്റ്? റൈറ്റ്. വർക്കി ചേട്ടൻ എന്ത് പറയുന്നു? ഓ, കുഴപ്പമൊന്നുമില്ല ഡോക്ടറെ. പ്രശ്നമൊന്നുമില്ലാതെ ഡോക്ടറെ കാണാൻ വരുമോ? ഞാൻ ചോദിച്ചപ്പം ബോഡി മൊത്തം പെയിൻ ആണെന്നാ എന്നോട് പറഞ്ഞു. ആണ് ഡോക്ടറെ. പെയിൻ പെയിൻ പെയിൻ, ഭയങ്കര പെയിൻ. സൂസൻ എന്നെ വിളിച്ചപ്പോ ബ്ലഡ് ഷുഗറിന്റെ കാര്യമാണല്ലോ പറഞ്ഞത്. അത് പ്രശ്നം വരാൻ സാധ്യതയുണ്ട്. ഹൗ ഇസ് യുവർ ഡയറ്റ്? ഭക്ഷണമൊക്കെ എങ്ങനെയാ? അത് സാധാരണ ഒന്നുമല്ല ഡോക്ടറെ, നല്ല വലിവ. ഒളിമ്പിക്സിനൊക്കെ വേണമെങ്കിൽ ഒരു കൈ നോക്കാവുന്നതേ ഉള്ളൂ. വർക്കിച്ചേട്ടാ, ആഹാരം കൺട്രോൾ ചെയ്യണം. സൂസൻ എന്നോട് വിവരമെല്ലാം പറഞ്ഞിരുന്നു. ലാബ് ഹിസ്റ്ററിയും ഞങ്ങൾ തമ്മിൽ ഡിസ്കസ് ചെയ്തിരുന്നു. സോ ഐ തിങ്ക് ഡയബറ്റീസ് ഇസ് ദ മെയിൻ ഇഷ്യൂ ഹിയർ. യു മസ്റ്റ് കൺട്രോൾ യുവർ ഡയറ്റ്, അല്ലെങ്കിൽ പ്രശ്നമാകും. വർക്കിച്ചേട്ടൻ എക്സസൈസ് വല്ലതും ചെയ്യാറുണ്ടോ? നടത്തമോ ഓട്ടമോ എന്തെങ്കിലും ഗെയിംസോ അങ്ങനെ വല്ലതും? അത് സ്വഭാവം വെച്ച് നാട്ടുകാർ ഓടിക്കേണ്ടതാണല്ലോ. ഡോക്ടറെ, നാട്ടിൽ വെച്ച് അങ്ങനൊന്നും ഇല്ലായിരുന്നു. പക്ഷേ ഇവിടെ വന്ന ശേഷം ഗെയിം കളിക്കും. ആഹാ, എത്ര നേരം? ഓ, അങ്ങനൊന്നുമില്ല ഡോക്ടർ. കുറച്ചു നേരം കഴിയുമ്പം കണ്ണു കിഴക്കും, അപ്പോൾ അങ്ങ് നിർത്തും. കമ്പ്യൂട്ടറിൽ നോക്കി ഒരുപാട് നേരം ഇരിക്കാൻ പറ്റത്തില്ല. കമ്പ്യൂട്ടറിൽ ഗെയിം കളിക്കുന്ന കാര്യമല്ല ഞാൻ ഉദ്ദേശിച്ചത്. ബ്രീത്ത് ഇൻ. ഒന്ന് ശ്വാസം എടുക്കൂ. ശ്വാസം വിട്ടോളൂ. നേരെ മരുന്നിലോട്ടങ്ങ് പോകാതെ നമുക്ക് ഭക്ഷണത്തെ കുറച്ചൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് നോക്കാം. ആദ്യം ഞാനൊരു മെനു പറയാം. രാവിലെ 2 പീസ് ബ്രെഡ്, ഉച്ചയ്ക്ക് 1 കപ്പ് ചോറും കുറച്ച് വെജിറ്റബിൾ കറിയും, രാത്രി 2 ചപ്പാത്തി, പിന്നെ എന്തെങ്കിലും ഒരു കറിയും. ഇങ്ങനെ കുറച്ച് നാൾ നോക്കിയിട്ട് നമുക്ക് ഒന്നുകൂടെ ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് നോക്കാം. എന്താ വർക്കിച്ചേട്ടന് വല്ല സംശയമുണ്ടോ? ഉണ്ട് ഡോക്ടറെ. എന്താ സംശയം? ഡോക്ടറെ, ഈ പറഞ്ഞതൊക്കെ ആഹാരത്തിന് മുമ്പാണോ അതോ ശേഷമാണോ? അല്ല, ഇത് തന്നെ ആഹാരം. സൂസനെ വിളിച്ച് ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞേക്കാം. എന്നാ പിന്നെ ഞങ്ങൾ ഇറങ്ങട്ടെ ഡോക്ടറെ. ശരി. ആളിവിടെ വന്നിരുന്നു. Did he really know he was coming here? Of course he knew. ഞാനല്ലേ സാമിനെയും കൂട്ടി വിട്ടത്.
What happened? ഒന്നുമില്ല. He was drunk when he came here. I could not even examine him properly. പിന്നെ ആള് നല്ല തമാശയാ. കോമഡിക്ക് വേറെ എവിടെയും പോകേണ്ട കാര്യമില്ല. എനിവേ, ഞാൻ ഫുഡിൻ്റെ കാര്യത്തിൽ കുറച്ച് ഇൻസ്ട്രക്ഷൻസ് എല്ലാം കൊടുത്തു വിട്ടിട്ടുണ്ട്. മരുന്നൊന്നും വേണ്ടായിരുന്നോ? Does he have a prescription insurance here? ഇല്ല. മെഡിസിൻ ഒക്കെ സ്റ്റാർട്ട് ചെയ്താൽ പിന്നെ അത് കണ്ടിന്യൂ ചെയ്യണ്ടേ? അതുകൊണ്ടാണ് ഫുഡിൻ്റെ കാര്യത്തിലൊന്ന് ഉപദേശിച്ച് നോക്കാമെന്ന് വിചാരിച്ചത്. നോക്കാം. ശരി എന്നാ. താങ്ക് യു ധന്യ. ബൈ. ഓക്കെ ബൈ. Ashley, brought to you by E-Mountain Realty in association with JK Auto Care LLC, service that makes a difference. Tanishka Jewelers, KCA Homes, Kashmir Gardens, ഐ എം ലാലു അലക്സ്. പേഴ്സണലായിട്ട് പറയുമല്ല, ഇത് പബ്ലിക്കാ. അതെ, ഇത്രയും നാൾ അമേരിക്കയിൽ കിടന്ന് കഷ്ടപ്പെട്ടില്ലേ, ഇനി സന്തോഷവും സമാധാനമുള്ള ഒരു റിട്ടയർമെൻറ്റ് ലൈഫ് നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലേ? KCAH presents KCA Homes, excellent retirement community located in Royce City, Texas. A peaceful retired living environment. KCA Homes will provide superb services at affordable prices. For more details, visit kcahomes.com or email info@kcahomes.com. Telephone 845-553-0879. KCAH presents KCA Homes. An excellent retirement community in the US. മോനെ ജോർജ് കുട്ടിയെ, ഇതൊക്കെ അങ്ങ് വെച്ചേര്. കുറച്ച് അച്ചാറും കൊടുമ്പുളിയും വറുത്തുപ്പേരിയുമാ എല്ലാം നമ്മുടെ പറമ്പയിലുണ്ടായാന്നേ. അമ്മാച്ചൻ എന്നാത്തിനാ ഇതെല്ലാം കെട്ടിപ്പറക്കി ഇങ്ങ് കൊണ്ടുവന്നേ? ഇതൊക്കെ അങ്ങ് അമേരിക്കയിൽ കിട്ടത്തില്ലല്ലോ കൊച്ചേ. അതപ്പ നന്നായേ. അവിടെ കാശ്മീർ ഗാർഡനിൽ കിട്ടാത്ത സാധനങ്ങളോ ഒന്ന് പറഞ്ഞു കൊടുത്തേരെ എന്റെ ചായ. അത് ശരിയാ അമ്മാച്ച. നമ്മുടെ നാട്ടിൽ കിട്ടുന്ന സകല സാധനങ്ങളും ഇവിടത്തെക്കാളും ഫ്രഷ് ആയിട്ട് അവിടെ കാശ്മീർ ഗാർഡൻ സൂപ്പർ മാർക്കറ്റിൽ കിട്ടൂന്നേ. കാശ്മീർ ഗാർഡൻ, മലയാളിയുടെ മനസ്സറിയുന്ന സൂപ്പർ മാർക്കറ്റ്. Ashley, ടോംച, ടോമിച്ച, ഇത് എവിടെയാ? വരുന്നു. ഇങ്ങോട്ടൊന്ന് വന്നേ. എന്തു പറ്റി? എന്തിനാ വർക്കിച്ചാനെ നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് തള്ളിക്കൊണ്ടു വന്നേ? നീ കാര്യം പറ. അവറാച്ചാനും ഞാനും തമ്മിൽ ചേരത്തില്ല. എന്നിട്ടും ആ മനുഷ്യൻ പറഞ്ഞതാ ഇങ്ങനെ നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്യല്ലേ എന്ന്. ഓ, നീ പറഞ്ഞാലും ഡോക്ടറല്ലേ, ഡയഗ്നോസ് എല്ലാം കഴിഞ്ഞല്ലേ വിവരം പറയത്തുള്ളൂ. വിവരം പറയാത്തതല്ല, ഇവിടെ ചിലർക്ക് വിവരമില്ലാത്തതാ പ്രശ്നം. ഇവിടുന്ന് വലിയ കാര്യത്തിൽ ഒരാളെ ഡോക്ടർ ധന്യയുടെ അടുത്ത് അയച്ചതാ. അവിടെ വെള്ളം അടിച്ചിട്ട് എന്നേക്കുന്നു എന്നെ നാണം കെടുത്താൻ. ടോമിച്ച, ഞാൻ ഒരു കാര്യം പറയാം. ഈ വീടിന്റെ പീസ്ഫുൾ ആംബിയൻസ് കീപ്പ് ചെയ്യണമെങ്കിൽ വർക്കിച്ചാനെ ഇവിടുന്ന് മാറ്റി താമസിപ്പിക്കണം. ഇവിടെ കൊണ്ടുവന്നു. ഇന്ത്യൻ കടയിൽ ഇപ്പൊ ഒരു ജോലിയുമുണ്ട്. Let him move out. ഇവിടെ ഇനിയും പറ്റത്തില്ല. ശരിയാ, നാട്ടിൽ നിന്ന് കൊണ്ടുവരണമെന്ന് പറഞ്ഞ് നിലവിളിയായിരുന്നു. കൊണ്ടുവന്ന് കഴിഞ്ഞപ്പോൾ നമുക്ക് തല തന്നെ. അവനവൻ ചെയ്യുന്നതിൻ്റെ ഫലങ്ങളൊക്കെ അവനവൻ തന്നെ അനുഭവിക്കണം. ഞാൻ ആരെങ്കിലും ഒന്ന് വിളിച്ചു നോക്കട്ടെ, പുള്ളി എവിടെയെങ്കിലും ഒന്ന് മാറ്റി താമസിക്കാൻ പറ്റുമെന്ന്. വോയിസ് മെയിലാണല്ലോ പോകുന്നത്. ഒന്നുകൂടെ ഡയൽ ചെയ്ത് നോക്കാം. എന്തുവാ നിങ്ങൾ ചില അവാർഡ് മൂവിയിലൊക്കെ പോലെ? നിനക്കൊരു അവാർഡ് തരാൻ വേണ്ടി ഞാൻ നിൽക്കുവാ. ഓ, എന്തൊരു തമാശ. ആ രവി, ഒന്ന് ഹോൾഡ് കേട്ടോ. നിനക്ക് ഇത്ര അറിയാൻ വയ്യായോ? വെള്ളം അടിച്ചിട്ടാണ് ഡോക്ടറിന്റെ അടുത്ത് പോന്നെ. ഞാൻ വെള്ളം അടിച്ചില്ല. നിന്റെ കാര്യമല്ല, രോഗിയുടെ കാര്യ പറഞ്ഞ. വർക്കിച്ചാൻ വെള്ളം അടിച്ചത് നിനക്കറിയത്തില്ലായിരുന്നോ? യോ, വെള്ളം അടിച്ചോ? വർക്കിച്ചാലോ? ഞാൻ അറിഞ്ഞില്ല. സാമേ, മിണ്ടി പോകരുത്. വെള്ളം അടിച്ചിട്ടാണ് ഡോക്ടറെ അടുത്ത് പോകുന്നത്. നിനക്ക് മണം അടിച്ചില്ലയോ?
2 ദിവസമായിട്ട് മൂക്കടഞ്ഞിരിക്കുക. ജലദോഷം. ജലദോഷം. എന്നിട്ട് ഇതൊരു മരുന്നെടുത്തില്ലേ? എടുക്കണം. എല്ലാം കൈവിട്ട് പോയി.